നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 4-ാം തീയതി ശനിയാഴ്ചയാണ് ഇപ്രാവശ്യം പഞ്ചമി വരുന്നത്. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:39 അവസാനിക്കുന്നത് അടുത്ത ദിവസം ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30. ഉച്ചയ്ക്ക് ശേഷം പഞ്ചമി തിഥി ഉള്ളത് കൊണ്ട് തന്നെ ശനിയാഴ്ചയാണ് പഞ്ചമി വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത്. മാത്രമല്ല ഈ പഞ്ചമി തിഥി ചതയം നക്ഷത്രത്തോടുകൂടി വരുന്ന പഞ്ചമി തിഥി കൂടിയാണ്. ചതയം നക്ഷത്രം ആരംഭിക്കുന്നത് ജൂലൈ 4-ാം തീയതി ഉച്ചയ്ക്ക് 1:45 മുതൽ ഞായറാഴ്ച 3 മണി വരെയുള്ള സമയമാണ്. എന്താണ് ചതയം നക്ഷത്രവും പഞ്ചമി തിഥിയും ശനിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും. ചതയം നക്ഷത്രം എന്ന് പറയുന്നത് രാഹുവിന്റെ നക്ഷത്രമാണ്. രാഹു എന്ന് ചിന്തിക്കുമ്പോൾ കൂടുതൽ കൈകളോടുകൂടിയ ദേവതമാരും കൂടുതൽ ആയുധങ്ങൾ കയ്യിൽ ഏന്തിയിട്ടുള്ള ദേവതമാരെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ശനിയാഴ്ചയും ചതയം നക്ഷത്രവും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ വാരാഹി ദേവിയെയും ദുർഗാദേവിയെയും ഒക്കെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാണ് ഇത്. ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കൾ ഉള്ളവർ, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടും നെഗറ്റീവ് എനർജി മാറുന്നില്ല എന്നുള്ളവർ, അതുപോലെ തന്നെ പൈസ നമ്മൾ കടം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് പിന്നീട് തിരിച്ചു തരാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് ഈ ഒരു ദിവസം മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവർ തീർച്ചയായും അടുത്തുള്ള വാരാഹി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലോ പോയി ദേവിക്ക് സമർപ്പിക്കേണ്ടത് കുങ്കുമമാണ്. നല്ല റെഡ് കളറിലുള്ള കുങ്കുമം. കുങ്കുമം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കുങ്കുമം വാങ്ങി അവിടെ സമർപ്പിക്കാവുന്നതാണ്. കൂട്ടത്തിൽ കുങ്കുമാർച്ചന നടത്തുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ കുങ്കുമാർച്ചനയും നടത്താവുന്നതാണ്. കുങ്കുമം റെഡ് കളറിലും മെറൂൺ കളറിലും ലഭിക്കും. റെഡ് കളറിലെ കുങ്കുമമാണ് ദേവിക്ക് സമർപ്പിക്കേണ്ടത്. ഈ ഒരു കുങ്കുമം സമർപ്പിച്ച് മനം ഉരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊരു പ്രോബ്ലമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സിന് പേഴ്സണൽ ഡൗട്ട്സ് ചോദിക്കുന്നതിന് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാരാഹി ദേവിക്ക് പഞ്ചമി തിഥിയിൽ വരുന്ന ശുക്രഹോരയിൽ നമ്മളൊരു ലെറ്റർ എഴുതി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചമി തിഥിയിൽ വരുന്ന ശുക്രഹോര ജൂലൈ 4-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5:46 മുതൽ 6:50 വരെയാണ്. പിന്നെ രാത്രി 12:24 മുതൽ 1:20 വരെയുമുണ്ട്. മൂന്നാമത്തെ ശുക്രഹോര വരുന്നത് ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള സമയമാണ്. ഇനി നമുക്ക് ഗുരുഹോര, കരിപ്പട്ടി ദീപം കൊളുത്തുന്നതിനുള്ള ഗുരുഹോര സമയം നോക്കാം. നിങ്ങൾ ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ ഈ ഒരു ടൈം തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഓരോ സ്റ്റേറ്റിലും ഒരു 5-10 മിനിറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കുഴപ്പമില്ല. എന്നാൽ ഇന്ത്യക്ക് പുറത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ദൃക്പഞ്ചാങ്ങിൽ ടുഡേയ്സ് ഹോര എന്ന് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതാത് ദിവസത്തെ ഹോര കാണാൻ സാധിക്കും. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. കരിപ്പട്ടി ദീപം കൊളുത്തുന്നതും അതുപോലെ വാരാഹി ദേവിക്ക് ലെറ്റർ എഴുതുന്നതിനെ കുറിച്ചുമുള്ള വീഡിയോ പുതിയ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈൻ വർഷിപ്പ് മൈ ലക്ഷ്മി എന്നാണ് പുതിയ ചാനലിന്റെ പേര്. ആ ചാനലിൽ ഈ 2 വഴിപാടുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാവുന്നതാണ്. ഇനി ഗുരുഹോര സമയം വരുന്നത് ജൂലൈ 4-ാം തീയതി ഉച്ചയ്ക്ക് 2:33 മുതൽ 3:37 വരെയുള്ള സമയമാണ്. രാത്രിയിൽ 9:37 മുതൽ 10:33 വരെയുള്ള സമയമാണ്. അടുത്ത ദിവസം ഞായറാഴ്ച ജൂലൈ 5-ാം തീയതി പകൽ 11:20 മുതൽ 12:25 വരെയും ഗുരുഹോര വരുന്നുണ്ട്. ഈ 3 സമയത്തിൽ ഏത് സമയം വേണമെങ്കിലും കരിപ്പട്ടി ദീപം കൊളുത്താവുന്നതാണ്. കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ദിവസം ഈ ദേവതമാർക്ക് അഭിഷേകത്തിന് പാല്, തൈര്, ഇളനീർ ഇതിൽ ഏതെങ്കിലും ഒരു അഭിഷേകം നടത്തിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ അഭിഷേകം എന്ന് പറയുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയിലാണ്. മിക്ക ക്ഷേത്രങ്ങളിലും രാവിലെ ആയിരിക്കും അഭിഷേകം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച രാവിലെ നടത്താവുന്നതാണ്. അതല്ല സന്ധ്യയ്ക്ക് അഭിഷേകം നടത്തുന്ന വാരാഹി ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോൾ ശനിയാഴ്ച സന്ധ്യയ്ക്കാണ് അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തേണ്ടത്. ഈ ദേവതമാർക്ക് അഭിഷേകം നടത്തുമ്പോൾ ആ ദേവതമാരുടെ മനസ്സ് തണുക്കുകയും അതുവഴി അത് നമുക്ക് അനുഗ്രഹമായി ലഭിക്കുകയും നമ്മുടെ കടങ്ങൾ കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ജോലി ചെയ്യാനുള്ളത്
ജോലി ചെയ്യുക തന്നെ വേണം. അതിനോടൊപ്പം ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ കടം തീരുന്നതിന് വേണ്ടി വഴിപാടുകളും നാമജപങ്ങളും മാത്രം ചെയ്താൽ കടം തീരില്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് ഈശ്വരാരാധന നടത്തുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് വാരാഹി ക്ഷേത്രവും ഇല്ല, ദുർഗാദേവി ക്ഷേത്രവും ഇല്ല എന്നുണ്ടെങ്കിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിലും ഇതേ വഴിപാടുകൾ, അതായത് ഭഗവാന് അഭിഷേകം നടത്താവുന്നതാണ്. പ്രത്യംഗ്രാദേവി ക്ഷേത്രമുള്ള സ്ഥലമാണെങ്കിൽ പ്രത്യംഗ്രാദേവിക്കും ഈ അഭിഷേകങ്ങളൊക്കെ നടത്താവുന്നതാണ്. നരസിംഹസ്വാമിക്ക് അഭിഷേകം നടത്തുമ്പോൾ നാരങ്ങ നീര് കൊണ്ടുള്ള അഭിഷേകം നടത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നടത്താം. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ അത് നടത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പാലഭിഷേകം നടത്തിയാൽ മതി. ഏത് മാസത്തിൽ വരുന്ന ചതയം നക്ഷത്രത്തിലും നരസിംഹസ്വാമിക്ക് പാലഭിഷേകം, തൈര് അല്ലെങ്കിൽ ഇളനീർ, ഈ 3 വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നത് ബ്ലാക്ക് മാജിക്, ശത്രുശല്യം ഇതൊക്കെ തന്നെ മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും. ശനിയാഴ്ചയും പഞ്ചമി തിഥിയും ചതയം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന സമയത്ത് നടത്തുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും. അത് എപ്പോഴും നമുക്ക് ഒന്നിച്ചു ലഭിച്ചു എന്ന് വരില്ല. ശനിയാഴ്ചയും ചതയം നക്ഷത്രവും ഒന്നിച്ചു ലഭിക്കുമ്പോഴും ഇത് തന്നെ നടത്താവുന്നതാണ്. ഈ കോമ്പിനേഷൻ എപ്പോഴും നമുക്ക് ലഭിക്കില്ല. അങ്ങനെ ഉള്ളപ്പോൾ വളരെയധികം ശത്രുശല്യം അനുഭവിക്കുന്നവരാണെങ്കിൽ മാസത്തിൽ വരുന്ന എല്ലാ ചതയം നക്ഷത്രത്തിലും ഈ ഒരു അഭിഷേകം നടത്താവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ തെച്ചിപ്പൂ കൊണ്ട്, ചുവന്ന നിറത്തിലുള്ള തെച്ചിപ്പൂ, ചിലയിടങ്ങളിൽ തെറ്റിപ്പൂ എന്നും പറയാറുണ്ട്, അതുകൊണ്ട് മാല കോർത്ത് ദേവിക്ക് ചാർത്തി മനമുരുകി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. അപ്പോൾ ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു കാര്യം ചതയം നക്ഷത്രവും ശനിയാഴ്ചയും പഞ്ചമി തിഥിയും ഒന്നിച്ചു വരുന്ന നാളെ സന്ധ്യയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. ഇനിയിപ്പോൾ തെച്ചിപ്പൂ മാല കോർക്കാനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൂക്കൾ ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്താലും മതി. ശനിദോഷവും രാഹുദോഷവും ഒന്നിച്ചു മാറിക്കിട്ടുന്നതിന് വേണ്ടി ശനിയാഴ്ച ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശനിയാഴ്ച 6 മണിക്ക് ശേഷം, സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം കറുത്ത കമ്പിളി പുതപ്പ് ആർക്കെങ്കിലും ദാനം ചെയ്യുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്ന് പറയുമ്പോൾ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഒരുപാട് പേർ ഷെൽട്ടർ ഇല്ലാതെയൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അല്ലാതെ വളരെ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആർക്കെങ്കിലും വേണം ഈ കറുത്ത കമ്പിളി പുതപ്പ് ദാനമായി നൽകേണ്ടത്. പ്രത്യേകിച്ചും ഈ ഒരു ദിവസം 6 മണിക്ക് ശേഷം നൽകുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും. ശനീശ്വരന്റെയും രാഹുവിന്റെയും ദോഷങ്ങൾ കുറയുന്നതിനും വളരെ നല്ലതാണ്. എന്തിനാണ് കറുത്ത കമ്പിളി തന്നെ വാങ്ങി കൊടുക്കണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, കറുപ്പെന്ന് പറയുന്നത് ശനീശ്വരനെയും കമ്പിളി എന്ന് പറയുന്നത് രാഹു ഭഗവാനെയുമാണ് റിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കറുത്ത കമ്പിളി തന്നെ ശനിയാഴ്ച 6 മണിക്ക് ശേഷം കൊടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ 6 മണിക്ക് ശേഷം എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത്, 6 മണി കഴിയുമ്പോൾ സൂര്യൻ അസ്തമിക്കും. സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ശനി ഭഗവാന് ബലം വർദ്ധിക്കും എന്നാണ് സാധാരണ പറയാറുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും ശനിയാഴ്ച നമ്മൾ ദാനങ്ങൾ നടത്തുമ്പോൾ ശനിയാഴ്ച 6 മണിക്ക് ശേഷം ദാനം ചെയ്യുകയാണെങ്കിൽ ശനീശ്വരന്റെ അനുഗ്രഹം നമുക്ക് കൂടുതലായി ലഭിക്കും എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണവും. നാളെ ഇപ്പോൾ ശനിയാഴ്ചയും രാഹുവിന്റെ നക്ഷത്രമായ ചതയവും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ ശനിദോഷവും രാഹുദോഷവും കുറയ്ക്കാൻ ഇതിലും വലിയൊരു ദാനം മറ്റൊന്നും തന്നെ ഇല്ല. സാധിക്കുന്നവരൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്കാണോ നമ്മൾ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ദാനങ്ങൾ നൽകരുത്. അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണം ഇതുപോലെയുള്ള ദാനം ചെയ്യേണ്ടത്. വാരാഹി ക്ഷേത്രത്തിലോ ദുർഗാക്ഷേത്രത്തിലോ പോവുകയാണെങ്കിൽ കുങ്കുമം സമർപ്പിക്കാം. തെച്ചിപ്പൂ മാലയോ തെച്ചിപ്പൂവോ സമർപ്പിച്ച് അവിടെ ഒരു നെയ്വിളക്ക് കൂടി കൊളുത്തി മനമൊരുകി പ്രാർത്ഥിക്കുന്നത് വഴി വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. മാത്രമല്ല അഭിഷേകത്തിന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫലങ്ങളെക്കുറിച്ചും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.